വെൽക്കം ബാക്ക് ടു എജി വാലറ്റ്. അപ്പോൾ മോഡൽ എക്സാം അടുത്തെത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ടൈം ടേബിളൊക്കെ കിട്ടിയത് ഞാൻ വിചാരിക്കുന്നു. 16-ാം തീയതിയാണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 സബ്ജക്റ്റൊക്കെ ഉള്ള ദിവസങ്ങളുണ്ട്. 21-ാം തീയതിയോട് കൂടി നമ്മുടെ മോഡൽ എക്സാം കഴിയും. പല കുട്ടികളും ഇതിനെ നിസ്സാരമായിട്ട് കാണാറുണ്ട് മോഡൽ എക്സാം. നിങ്ങൾ അങ്ങനെ വിചാരിക്കരുത്. കാരണം മോഡൽ എക്സാമിനെ ഒരു റിവിഷനായിട്ട് കാണുക. മോഡൽ എക്സാം നമുക്ക് മെയിൻ ചാപ്റ്റേഴ്സൊക്കെ കവറായി പോകണം. ബാക്കി നിങ്ങൾക്ക് എന്തെങ്കിലും ചിലപ്പോൾ കംപ്ലീറ്റ് പഠിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ ഈ മോഡൽ എക്സാം നിങ്ങൾ ഒരു 80% നിങ്ങൾ പഠിച്ച് കഴിയണം. അത് നമുക്ക് പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടുള്ളതാണ്. മാത്രമല്ല നമുക്ക് ആ ഒരു എക്സാമിനെ ഫേസ് ചെയ്യാനുള്ളൊരു കറേജ് നമുക്ക് കിട്ടും. എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് മനസ്സിലാവും. ഒരു കോൺഫിഡൻസും കിട്ടും. മോഡൽ എക്സാമിൽ തന്നെ പഠിക്കാതെ പോയി ഒന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികൾക്ക് ഫുള്ള് കോൺഫിഡൻസ് പോവും. അപ്പോൾ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിൽ ഇല്ല എനിക്ക് പറ്റില്ല, എനിക്ക് പഠിച്ചെത്തില്ല എന്നൊക്കെയുള്ള ഒരു മനസ്സും ഡിപ്രഷനും കാര്യങ്ങളൊക്കെ വന്ന ഒന്നും നിങ്ങൾക്ക് നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് മോഡൽ എക്സാമിനെ സീരിയസ് ആയിട്ട് തന്നെ കണ്ട് നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് മോഡൽ എക്സാമിന് പോവുക. കാരണം അത് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് പബ്ലിക് എക്സാം ആയി. അപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ എന്തായാലും ഒന്നും ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം 80% നിങ്ങൾ മോഡൽ എക്സാമിനെ പഠിച്ച് അവസാനിപ്പിക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചെത്താനായിട്ട് പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 16-ാം തീയതിയാണ് ഫിസിക്സ്, 18-ാം തീയതി ഓരോ ദിവസത്തേക്ക് ഗ്യാപ്പ് നമുക്കുണ്ട് അല്ലേ. 18-ാം തീയതി കെമിസ്ട്രി ഒരു ഗ്യാപ്പ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് മാത്സിനും ബയോളജിക്കൊക്കെ നമുക്ക് ഇതുപോലെ ഒരു ഗ്യാപ്പ് ഒക്കെ വരുന്നുണ്ട്. സോ ഇതോടെ നിൽക്കട്ടെ, നമുക്കറിയാം മോഡൽ എക്സാം. അപ്പോൾ മോഡൽ എക്സാമിന് വേണ്ടിയിട്ടുള്ള ഒരു പെർഫെക്റ്റ് സ്റ്റഡി ടൈം ടേബിൾ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇനിയുള്ള ദിവസം ഒന്നും പഠിക്കാത്ത കുട്ടികൾക്ക്, അതായത് ഇതുവരെ ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പഠിച്ചതൊന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല, എന്താ ചെയ്യുക, അടുത്തെത്തി എക്സാം അടുത്തെത്തി അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വളരെ ടെൻഷനായിട്ടുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇനിയും ദിവസങ്ങളുണ്ട്. ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെ പഠിക്കണം? കാരണം കുറച്ച് ദിവസമേ ഉള്ളൂ എനിക്കറിയാം. പക്ഷേ ആ ഒരു കുറച്ച് ദിവസം യൂസ്ഫുൾ ആയിട്ട് ഉപയോഗിക്കുക. അല്ലെങ്കിൽ എങ്ങനെ പഠിക്കണം, അല്ലാതെ വെറുതെ ഓരോ ചാപ്റ്റേഴ്സ് ഫസ്റ്റ് ചാപ്റ്റർ എടുത്തു സെക്കൻഡ് ചാപ്റ്റർ എടുത്തു അതെന്തെങ്കിലുമൊക്കെ നോക്കി അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. ഇനിയുള്ള ദിവസം കൊണ്ട് എങ്ങനെ നല്ല രീതിയിലേക്ക് നല്ലൊരു മാർക്കിലേക്ക് എത്തിക്കാം എന്നാണ് ഞാൻ ഈ ഒരു ടൈം ടേബിളിലൂടെ പറയുന്നത്. അപ്പോൾ ഈ ടൈം ടേബിൾ പ്രകാരം നിങ്ങൾ മാക്സിമം പഠിച്ചു പോവുക. മാക്സിമം എന്തായാലും പഠിച്ചു പോയാൽ നിങ്ങൾക്ക് മോഡൽ എക്സാം നന്നായി സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഈ ഒരു ടൈം ടേബിളിൽ ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങൾ എല്ലാ പാഠം പഠിച്ച് അവസാനിക്കുന്നു. അങ്ങനെ പഠിക്കുക നമ്മൾ വല്ല റോബോട്ട് ആവണമല്ലേ. എല്ലാ മണിക്കൂറും പഠിച്ചാലും നമുക്ക് എല്ലാ മണിക്കൂറും പഠിച്ചാലും നമുക്ക് അതൊക്കെ തലയിൽ നിൽക്കണ്ടേ. അപ്പോൾ പക്ഷേ ഞാൻ ഈ ഒരു ടൈം ടേബിൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട വളരെ വെയിറ്റേജ് ഉള്ള മെയിൻ ചാപ്റ്റേഴ്സ് നമ്മുടെ കവറായി പോകും. ബാക്കിയുള്ള ചെറിയ ചെറിയ ചാപ്റ്റേഴ്സൊക്കെ നമുക്ക് എക്സാമിന് തലേ ദിവസമൊക്കെ ഇന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള ദിവസങ്ങൾ മോഡൽ എക്സാം എന്നുള്ളത് അല്ലെങ്കിൽ പബ്ലിക് എക്സാമിന് നമ്മൾ പഠിക്കുകയാണ്. പബ്ലിക് എക്സാമിന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം. പക്ഷേ അത് മോഡൽ എക്സാമിന് നിങ്ങൾക്കത് യൂസ്ഫുൾ ആകുന്ന തരത്തിൽ ഇനിയുള്ള ദിവസം നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ നിങ്ങൾ പഠിക്കാം, ഏതൊക്കെ ചാപ്റ്റേഴ്സ് പഠിക്കണം എന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. സോ മെയിനായിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് നമുക്ക് നോക്കാം. ബയോളജി ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. ഫിസിക്സിലൊക്കെ മെയിൻ ചാപ്റ്റേഴ്സ് നമ്മൾ ഇനിയുള്ള ദിവസം കവർ ചെയ്യുന്നു. മാക്സിമം മാർക്ക് നമ്മൾ വാങ്ങുന്നു. ഇതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അതിനായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന പാഠങ്ങൾ ഇതൊക്കെയാണ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ഫസ്റ്റ് ചാപ്റ്ററാണ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം വളരെ വെയിറ്റേജുള്ള ചാപ്റ്റർ 4ാമത്തെ ചാപ്റ്ററാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി അത്യാവശ്യം നല്ലോണം ക്വസ്റ്റ്യൻസ് വരുന്ന നല്ല വെയിറ്റേജ് ഉള്ള പാഠമാണ്. റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് എല്ലാവർക്കും അറിയാലോ, ഒരുപാട് ഡെറിവേഷൻസ് ഉണ്ട്, എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, AC, ദെൻ വേവ് ഒപ്റ്റിക്സ്, ഇതൊക്കെ വളരെ വെയിറ്റേജ് ഉള്ള പ്രധാനപ്പെട്ട ഓൾമോസ്റ്റ് ഒരു 6 പാഠങ്ങളാണ്. ഈ 6 പാഠം നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കവർ ചെയ്യുന്നു എക്സാമിന് മുമ്പേ. അത് കഴിഞ്ഞിട്ട് എക്സാമിൻ്റെ തലേ ദിവസം 2 ദിവസമൊക്കെ ഉണ്ടല്ലോ, ആ 2 ദിവസം നിങ്ങൾ ഇരുന്നിട്ട് ബാക്കിയുള്ള ചെറിയ ചെറിയ പാഠങ്ങൾ കൂടി പഠിച്ചു പോയാൽ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കോൺഫിഡൻറ്റോട് കൂടി മോഡൽ എക്സാമിനെ ഫേസ് ചെയ്യാം. മാത്രമല്ല മോഡൽ എക്സാം നിങ്ങൾ കോൺഫിഡൻ്റ് ആയെങ്കിൽ നിങ്ങൾ പബ്ലിക് എക്സാമിനും അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും ദിവസം കഴിഞ്ഞ് പോയാലൊന്ന് ആലോചിച്ചിരിക്കാതെ ഇനിയുള്ള ദിവസങ്ങൾ വളരെ ക്രിട്ടിക്കലാണ്, വളരെ ക്രിട്ടിക്കലാണ്. കുറച്ച് ദിവസമേ ഉള്ളൂ, ഇനിയും കുറേ ദിവസം ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് ദിവസമേ ഉള്ളൂ, വളരെ കുറച്ചേ ഉള്ളൂ. ആ ദിവസം ഞാൻ ഈ പറയുന്നത് പോലെ പഠിച്ചു പോയാൽ നിങ്ങൾക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥ അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് നിങ്ങൾ എത്തില്ല, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ലല്ലോ എന്ന് ഇരിക്കേണ്ടി വരില്ല. അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങൾക്ക് മോഡൽ എക്സാം എഴുതി പോകാൻ പറ്റും. ആ കോൺഫിഡൻറ്റോട് കൂടി നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് ഫേസ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ കെമിസ്ട്രിയിലെ ഓർഗാനിക് ഒക്കെ നമ്മൾ മെയിനായിട്ട് കവർ ചെയ്യാൻ പോവാണ്. ആൽക്കഹോൾസ്, ആൽഡിഹൈഡ്സ്, ഹാലോ ആൽക്കീൻസ്, P ബ്ലോക്ക്, കോർഡിനേഷൻ കോമ്പൗണ്ട്. ഇതിനൊക്കെ ചോദ്യങ്ങൾ കുറേ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിനൊക്കെ ഒരു 3 മാർക്കിൻ്റെ ഒക്കെ ചോദ്യങ്ങൾ വരുന്ന പാഠങ്ങളാണ് മെയിനായിട്ടുള്ളൊരു 5 പാഠം. ഈ 5 പാഠത്തിൽ നിന്ന് ഒരു 3 മാർക്ക് വെച്ച് നമുക്ക് കിട്ടുന്ന അത്യാവശ്യം ഒരു 15 മാർക്ക് നമുക്ക് കിട്ടി അല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ എക്സാമിന് തലേ ദിവസം ബാക്കിയുള്ള ചെറിയ ഒരു 3-4 ചാപ്റ്റേഴ്സും കൂടി പഠിച്ചു കഴിഞ്ഞാൽ
ഒരു ദിവസം ഗ്യാപ്പ് ഉണ്ടല്ലോ, എന്തായാലും ഒരു 3-4 ചാപ്റ്ററൊക്കെ നമുക്ക് പഠിച്ച് തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു 8-9 പാഠം നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് അത്യാവശ്യം മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. അതേപോലെ മാത്സിലെ മെയിൻ ആയിട്ടുള്ള ചാപ്റ്റേഴ്സാണ് ഇൻ്റഗ്രൽസ്, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ്, ഡെറിവേറ്റീവ്സ്, അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേഷൻ, അതുപോലെ മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഹൈലി വെയിറ്റേജ് ഉള്ള ഇത്രയും ഒരു 8 പാഠങ്ങൾ നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാനിപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും വെയിറ്റേജ് ഉള്ള പാഠങ്ങൾ എടുത്തത് പറഞ്ഞാൽ മോഡൽ എക്സാമിന് മുൻകണ്ട് മാത്രമല്ല, നിങ്ങൾ പബ്ലിക് എക്സാമിന് മുമ്പ് ഈ വെയിറ്റേജ് ഉള്ള പാഠങ്ങളൊക്കെ ഒന്ന് മുമ്പേ പഠിച്ചു വെക്കുക. കാരണം എക്സാമിൻ്റെ ലാസ്റ്റ് ഒരാഴ്ച നിങ്ങൾ എല്ലാം കൂടി പഠിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷനാവും. അയ്യോ ഒന്നും കിട്ടണില്ലല്ലോ, എന്തോരം പഠിക്കാനുള്ള, അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ തലയിൽ കയറാന്നൊക്കെ അങ്ങനെ ഒരു മൈൻഡ് വരും. എക്സാമിന് തലേ ദിവസം നിങ്ങൾ ബുക്ക് എടുത്താലേ നിങ്ങൾക്ക് ഉള്ളതും കൂടി പോകുമെന്ന് പറയാം അല്ലേ. അപ്പോൾ അതുകൊണ്ട് എക്സാമിന് മുമ്പ് തന്നെ ഇത്രയും വെയിറ്റേജ് ഉള്ള നമ്മൾ മോഡൽ എക്സാം മുമ്പിൽ കണ്ട് തന്നെ പഠിക്കുന്നു. ആ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പബ്ലിക് എക്സാമിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ വെയിറ്റേജ് ഉള്ള പാഠങ്ങളൊക്കെ നമ്മൾ ഈ ഒരു സമയങ്ങളിൽ കൂളായിട്ട് പഠിച്ചു പോവുക, സമയം എടുത്ത് പഠിക്കുക മെയിൻ ചാപ്റ്റേഴ്സ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മോഡൽ എക്സാം ഒക്കെ കഴിഞ്ഞ് നോക്കാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ഈ ഒരു റിവിഷനിലൂടെ കവർ ചെയ്യുന്നത്. ഒപ്പം നമുക്കിനി ബാക്കിയുള്ള ദിവസം എങ്ങനെ നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം നോക്കുന്നത് ഫിസിക്സ് ആണ് ഫസ്റ്റ് എക്സാം എന്നറിയാം. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 14-ാം തീയതിയോട് കൂടിയിട്ട് ഈ ടൈം ടേബിൾ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്ന് തൊട്ട് തുടങ്ങുകയാണ്. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ലേറ്റ് ആയിട്ടാവും കാണുന്നുണ്ടാവുക. ചിലപ്പോൾ നിങ്ങൾ 6-ാം തീയതി കാണുന്നുണ്ടാവില്ല, ചിലപ്പോൾ 7-ാം തീയതി ആവും കാണുക. എങ്കിൽ കൂടി നിങ്ങൾ അന്ന് തൊട്ട് തുടങ്ങിക്കോ, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങൾ വേഗം തന്നെ പഠിക്കാൻ വേണ്ടി ഇരിക്കുക, ഒപ്പം പഠിച്ചു പോകും. അപ്പോൾ ഇന്ന് നിങ്ങൾ 5 മണി തൊട്ട് 7 മണി വരെ മാത്സിലെ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്റർ നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ആ പാഠമാണ് എല്ലാത്തിൻ്റെയും ബേസ്. ആ പാഠം അറിയാമെങ്കിൽ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് മനസ്സിലാവും. അതറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇൻ്റഗ്രൽസ് കിട്ടും, അപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസ് കിട്ടും, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഒരു 5-6 പാഠം ഇതിന് ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ 2 മണിക്കൂർ സമയം കൊടുത്ത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറഞ്ഞ പാഠം നിങ്ങൾ പഠിക്കുക. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു കാര്യം കൂടി പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഓൺലൈൻ ക്ലാസ് ജോയിൻ ചെയ്യണമെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം ഈ പാഠങ്ങളൊക്കെ നമ്മളതിൽ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സമയം നമ്മളൊരു 2-3 ഡേയ്സും കൂടി അഡ്മിഷൻ ഓപ്പൺ ചെയ്തേക്കാണ്. കാരണം മോഡൽ എക്സാം ആണ് അറിയാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞു പോയ ക്ലാസ്സുകൾ നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്ത ക്ലാസ്സുകൾ നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ക്രാഷ് ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ആവാം. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നത് 2000 റുപ്പീസ് അല്ലേന്ന് അല്ല, നമുക്ക് 1000 റുപ്പീസാണ് നമ്മളിപ്പോൾ ഫീസ് പറഞ്ഞത്. കാരണം നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-14 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു അല്ലേ, പകുതി ക്ലാസ്സും കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ബാക്കി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2000 റുപ്പീസ് അല്ല, 1000 റുപ്പീസ് നിങ്ങൾക്ക് കഴിഞ്ഞ ക്ലാസ്സുകളുടെയൊക്കെ റെക്കോർഡഡ് ക്ലാസ്സുകളും ഇനി വരുന്ന ക്ലാസ്സിൻ്റെ ലൈവ് ക്ലാസ്സുകൾക്ക് ജോയിൻ ചെയ്യാം. റിവിഷൻ ക്ലാസ്സുകളുണ്ട്, മോഡൽ എക്സാമിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എക്സാം ഓറിയൻറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1000 റുപ്പീസേ ഉള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓരോ റിവിഷൻ്റെ ടൈം, നിങ്ങൾക്ക് ഈ ഓരോ ടൈം ടേബിളിൻ്റെയും ഓരോ ചാപ്റ്റർ നിങ്ങൾക്ക് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് പറ്റും. സോ ഇതാണ് ഞാൻ ഇന്നത്തെ ടൈം ടേബിൾ പറയുന്നത്. അത് കഴിഞ്ഞിട്ട് 7:30 തൊട്ടിട്ട് രാത്രി 7 തൊട്ടിട്ട് 9 വരെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. നിങ്ങൾക്ക് സപ്പോസ് ഇപ്പോൾ 7:30 ഇരിക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. ഒരു 2 മണിക്കൂർ തന്നെ, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇപ്പോൾ 9 വരെ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ഇപ്പോൾ 8 മണി തൊട്ടിട്ട് 10 മണി വരെ ആക്കുക, അല്ലെങ്കിൽ 8:30 തൊട്ടിട്ട് 10. നിങ്ങൾ ടൈം നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് വരാമല്ലോ, എന്തെങ്കിലുമൊക്കെ അർജൻസി വരാം. അപ്പോൾ നിങ്ങൾ 2 മണിക്കൂർ ഇതിന് മാറ്റി വയ്ക്കുക. ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് ഫീൽഡിന് മാറ്റി വയ്ക്കുക. അപ്പോൾ മെയിൻ 2 ചാപ്റ്റേഴ്സ് ഇന്നിരുന്ന് എല്ലാവരും പഠിച്ചിരിക്കണം. അത് കഴിഞ്ഞിട്ട് 7-ാം തീയതി നമുക്ക് നാളെ ക്ലാസ്സുള്ള ദിവസമാണെന്ന് അറിയാം. അന്ന് നിങ്ങൾ മോർണിംഗ് എന്തായാലും 5 മണിക്ക് എല്ലാവരും എണീക്കുക. 5 മണി തൊട്ട് 6:30 വരെ. ഇനി അതല്ല 6:30 ഇരിക്കാൻ പറ്റില്ല, 6 മണി വരെ പറ്റുള്ളൂ എന്നുണ്ടെങ്കിലോ 4:30 എണീക്കുക, പഠിച്ചിരിക്കുക. നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് വാങ്ങണം എന്നുള്ളവർ ഇതേപോലെ ഒന്ന് കഷ്ടപ്പെടുക. കുറച്ച് ദിവസങ്ങളിലുള്ളൂ, ഒന്ന് കഷ്ടപ്പെടുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒരു 5 മണി തൊട്ട് 6:30 വരെ എന്ത് ചെയ്യുക, കെമിസ്ട്രിയിലെ ഒരു ഓർഗാനിക് ചാപ്റ്റർ ഹാലോ ആൽക്കേൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്നുള്ള ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചാപ്റ്റർ ഒന്നും അറിയില്ല, ഒരു ഐഡിയ ഇല്ലാത്ത കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ ഓൺലൈൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നമ്മളതിൻ്റെ അത് ഓൾറെഡി നമ്മൾ എടുത്തു കഴിഞ്ഞു. നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്കത് കേട്ട് ഫോക്കസ് ഏരിയയും നോൺ ഫോക്കസ് ഏരിയയിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളൊക്കെ നിങ്ങൾക്ക് ഒപ്പം പഠിച്ചു പോകാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ടോ നമ്മൾ ക്ലാസ്സിൽ പോയി 6:30 കഴിഞ്ഞു, നിങ്ങൾക്ക് ക്ലാസ്സിലുള്ള പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കൂളിൽ പോവാം. അത് കഴിഞ്ഞിട്ട് വീട്ടിലൊരു 5:30 നിങ്ങൾ എത്തും അല്ലേ, 5:30 എത്തും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് 6:30 ആവും പഠിക്കാൻ പറ്റുക. ഞാൻ 2 ടൈം ഇടുന്നുണ്ട്. ഒന്നുകിൽ നിങ്ങൾ 5:30 to 7 മണി എടുക്കുക, അല്ലെങ്കിലോ 6:30 to 8 മണി, ഏതാണ് നിങ്ങളുടെ സമയം. നൈറ്റ് ഇതുപോലെ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ കൊടുക്കുക. മാത്സ് ഒരു ചാപ്റ്റർ പഠിക്കുക.
അത് അപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് ആണ് പഠിക്കേണ്ടത്. വെയിറ്റേജുള്ള ചാപ്റ്ററാണ്, സിമ്പിൾ ചാപ്റ്ററാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു 8 മണി 8:30 ഞാനിപ്പോൾ വിചാരിക്കുകയാണ് നിങ്ങൾക്ക് ഒരു 8:30 കൂടി പഠിച്ചു കഴിയാൻ പറ്റുന്നത്. നിങ്ങൾ സമയം നോക്കുക, ഒരു 1.5 മണിക്കൂർ കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കൂടി നിങ്ങൾ എടുക്കുക. അത് ഇംഗ്ലീഷിലെ ഏതെങ്കിലും 2 ചാപ്റ്റർ പഠിക്കുക. ഇംഗ്ലീഷ് നമുക്ക് വെറുതെ വിടാൻ പറ്റില്ല. ഒരു വെയിറ്റേജ് ഉള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് ഹോറിഗല്ലിൻ്റെ ചാപ്റ്ററോ അല്ലെങ്കിൽ മാച്ച് ബോക്സോ എന്തെങ്കിലും നിങ്ങൾ കൊടുക്കുക. 2 മണിക്കൂർ ആ ചാപ്റ്ററിൻ്റെ കണ്ടൻറ്റും ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോട്ട് ചെയ്യുക. അതിനൊരു 2 മണിക്കൂർ കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ 6ഉം 7ഉം കഴിഞ്ഞു. 8-ാം തീയതി എന്ത് ചെയ്യാമെന്നറിയോ? ഇതേപോലെ 5 മണി തൊട്ട് 6:30 വരെ. ഈ സമയം നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം കേട്ടോ, പക്ഷേ 2 മണിക്കൂർ കൊടുക്കുക. അതാണ് നിങ്ങൾക്ക് സമയം നോക്കുക, എപ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾ നോക്കിയിട്ട്. പക്ഷേ എന്തായാലും കൊടുത്തിരിക്കണം. ഫിസിക്സിലെ മൂവിങ് ചാർജ് ആൻഡ് മാഗ്നറ്റിസം എന്ന് പറയുന്ന ഒരു വലിയ ഡെറിവേഷനൊക്കെ അതിൽ ഷുവർ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ പാഠം പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഈവനിങ് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, വൈകുന്നേരം നിങ്ങൾ എപ്പോഴാണ് ക്ലാസ് കഴിഞ്ഞിട്ട് 5:30 എത്തുമോ അല്ലെങ്കിൽ 5:30, 6:30 എത്തുമോ, 6:30 ആ സമയം നിങ്ങൾ കെമിസ്ട്രി ആൽക്കഹോൾസ് ആൻഡ് ഫീനോൾസ് പറഞ്ഞ ചാപ്റ്ററിലെ മെയിൻ ആയിട്ടുള്ള സെക്ഷൻസ് എല്ലാം പഠിച്ച് അവസാനിപ്പിക്കുക. നമ്മൾ ക്രാഷ് ബാച്ചിലുള്ള കുട്ടികൾക്ക് ഇതൊക്കെ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ്. അവർക്ക് ഒക്കെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് നൈറ്റ് 9 to 11 മണി വരെ മാത്സിലെ വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. അത്രയും ടൈമൊന്നും വേണ്ട, ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് അത് വേഗം പഠിക്കാൻ പറ്റുന്ന ചെറിയ ചാപ്റ്ററാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ പാഠം കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഈ സമയത്ത് പഠിക്കാം. എന്നിട്ട് വെക്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ച് വിട്ടാൽ മതി. എങ്ങനെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്ട്രാക്ട് ചെയ്യാം, ചെറിയ ഇക്വേഷൻസ് ഒക്കെ ജസ്റ്റ് നോക്കി പോയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 9-ാം തീയതി ഇതേപോലെ മോർണിംഗ് മെട്രിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, സിമ്പിൾ ചാപ്റ്ററാണ് പക്ഷേ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചാപ്റ്ററാണ്, അത് പഠിക്കാം. ഈവനിങ് ഇതുപോലെ കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്, അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 9 to 11 കറണ്ട് ഇലക്ട്രിസിറ്റി. നിങ്ങൾക്ക് എങ്ങാനും ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടില്ലെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ അടുത്ത ഒരു സബ്ജക്റ്റ് എടുത്താൽ മതി. കറണ്ട് ഇലക്ട്രിസിറ്റിയിലെ പഠിക്കുക. നിങ്ങൾ മെയിനായിട്ടുള്ള ഡെറിവേഷൻസെങ്കിലും പഠിച്ചു പോവുക. കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ലെങ്കിലും മെയിനായിട്ടുള്ള ഡെറിവേഷൻസെങ്കിലും നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 10-ാം തീയതിയാണ്. 10-ാം തീയതി നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ മോർണിംഗ് മാത്സ് ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഈവനിങ് പി ബ്ലോക്ക് എലമെൻസാണ്. അത് നമുക്ക് വേറെ സമയം വേണ്ട, കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ നൈറ്റ് 2, അതായത് ഈവനിങ് വന്നിട്ടും നൈറ്റും മൊത്തം ഒരു 3-4 മണിക്കൂർ നിങ്ങൾ ഇരുന്നിട്ട് പി ബ്ലോക്ക് എലമെൻറ്റ്സ് തിയറിയാണ്. അതുകൊണ്ട് സമയം എടുത്ത് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അതായത് 5:30 to 7:30 അല്ലെങ്കിൽ 6:30 to 8 മണി. അപ്പോൾ പി ബ്ലോക്ക് എലമെൻറ്റ്സ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി സമയം നിങ്ങൾ എന്ത് ചെയ്യുക, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ഇങ്ങനെ വിചാരിച്ചാൽ മതി, 5 തൊട്ടിട്ട് 7 വരെ അല്ലെങ്കിൽ 6:30 തൊട്ടിട്ട് 8 മണി വരെ നിങ്ങൾ പി ബ്ലോക്ക് എലമെൻറ്റ്സിലെ ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 3-4 ക്വസ്റ്റ്യൻ പഠിക്കുക. അത് നിങ്ങൾ കുറച്ച് സമയം എടുത്ത് പഠിച്ചോ, 8 മണി 8:30 ആക്കിക്കോ, കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് നൈറ്റ് എന്ത് ചെയ്യുക, റേ ഒപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. ആ പാഠത്തിലെ ഒരു 2-3 ഡെറിവേഷൻസ് ഒക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക. എക്സാം അടുത്ത് തുടങ്ങിയല്ലോ, കുറച്ച് സമയമൊക്കെ എടുത്ത് ഒരു 2 മണിക്കൂറുണ്ട്. 2 മണിക്കൂർ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 9:30 തുടങ്ങിയിട്ട് ഒരു 10:30 11:30 വരെയൊക്കെ നിങ്ങൾ ആ പാഠത്തിലെ ഡെറിവേഷൻസ് ഒക്കെ നന്നായി ചെയ്ത് പഠിക്കുക, ഏകദേശം ഐഡിയ എത്തിക്കുക. അത് കഴിഞ്ഞിട്ട് 11-ാം തീയതി ഇതുപോലെ തന്നെ മോർണിംഗ് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് നിങ്ങൾക്ക് ഏതാണോ അത് പഠിക്കാം. ഈവനിങ്ങും അതിൽ ഓരോ ചാപ്റ്ററൊക്കെ വെച്ച് പഠിക്കുക. നൈറ്റ് ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, നൈറ്റ് എന്ന് പറഞ്ഞാൽ ഈവനിങ് തൊട്ടിട്ട്, അതായത് ഒരു 7:30-8 മണിക്ക് നിങ്ങൾ ബയോളജി ചാപ്റ്റർ കഴിഞ്ഞെങ്കിൽ 9 മണിയോട് കൂടി ഒരു 11 മണി വരെ ഇൻറ്റഗ്രൽസ് എന്ന ചാപ്റ്റർ പഠിക്കുക. നിങ്ങൾക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നു അത്രയും നിങ്ങൾ പഠിച്ചു പോവുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഓൺലൈൻ ക്ലാസ്സിലുള്ള കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അത് ഏകദേശം ഐഡിയ ഉണ്ടാവും, ഒന്ന് ചെയ്ത് പഠിച്ചാൽ മതിയായിരിക്കും. അത് കഴിഞ്ഞിട്ട് 12-ാം തീയതി എന്ത് ചെയ്യുക, അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കുക. അന്ന് നമുക്ക് സെക്കൻഡ് സാറ്റർഡേ ആണ്, നമുക്കൊരു 4 മണിക്കൂർ നമുക്ക് എടുക്കാം. മോർണിംഗ് ഒരു 6 to 8 അപ്ലിക്കേഷൻ ഓഫ് ഇൻറ്റഗ്രൽസ് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 8 to 10 to 12 വരെ AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഫിസിക്സിൽ പഠിക്കുന്നു. 3 to 4 ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിൽ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്ത് നോക്കിയാൽ അതിലെ പോയിന്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇംഗ്ലീഷും കൂടി ഒപ്പം നമുക്ക് പോവാം. അത് കഴിഞ്ഞിട്ട് 5:30 to 7 മണി വരെ കോർഡിനേഷൻ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ, വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. കുറച്ച് പ്രോബ്ലംസ് ഒക്കെ പോലെ ചില ഫോർമുലാസ് ഒക്കെ എഴുതുന്നൊരു പാടാണ്, അത് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് 13-ാം തീയതി സൺഡേ ആണ്, ഇതേപോലെ 4 മണിക്കൂർ എടുക്കുന്നു. ബയോളജി കംപ്യൂട്ടർ ഒരു ചാപ്റ്റർ. അപ്പോൾ ബയോളജി കംപ്യൂട്ടർ ഒരു 3 ചാപ്റ്ററൊക്കെ വെച്ച് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാനായിട്ട് പറ്റും. 10 to 12 നിങ്ങൾ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന ചാപ്റ്റർ പഠിക്കുക. 3 to 5 വേ ഒപ്റ്റിക്സ്, നല്ല വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. 7 to 9 ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇതും വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. അത് കഴിഞ്ഞിട്ട് 14-ാം തീയതി നമ്മൾ എന്ത് ചെയ്യുക, 16-ാം തീയതി എക്സാം ആണ്. 14-ാം തീയതി മോർണിംഗ് നിങ്ങൾ ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ഏതെങ്കിലും ഒരു ചാപ്റ്റർ പഠിക്കുക. 4-5 ചാപ്റ്റർ നിങ്ങൾ ബയോളജിയും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു പോവുക. പിന്നെ കെമിസ്ട്രി നിങ്ങൾക്ക് പഠിക്കാം. കെമിസ്ട്രി ഒരു ഈവനിങ് പഠിക്കുക. നൈറ്റ് എന്നിട്ട് ഫിസിക്സ് പഠിക്കാൻ തുടങ്ങുക. 14-ാം തീയതി നൈറ്റും 15-ാം തീയതി ഫിസിക്സ് പഠിക്കുക. 16-ാം തീയതി എക്സാമിന് പോവാം. സോ ആ 14-ാം തീയതി നൈറ്റ് 2 ചാപ്റ്ററെങ്കിലും കവർ ചെയ്യാൻ നോക്കുക ഫിസിക്സിലെ. പിന്നെ 15-ാം തീയതി ബാക്കി 2-3 ചാപ്റ്ററും കൂടി പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് അത്യാവശ്യം നിങ്ങൾക്കൊരു
8 ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾക്ക് നല്ല കോൺഫിഡൻറ്റോട് കൂടി എക്സാമിന് പോകാൻ പറ്റും. അപ്പോൾ എന്തെങ്കിലും പെൻഡിങ് ഒക്കെ ഉണ്ടെങ്കിൽ ആ തലേ ദിവസമൊക്കെ ഇരുന്ന് പഠിക്കുക. അപ്പോൾ മെയിൻ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് എല്ലാവരും പഠിച്ചു പോവുക. ഇനി അതല്ല, ഈ മാത്സൊക്കെ നിങ്ങൾക്ക് ഇൻറ്റഗ്രൽസ് ഒന്നും ഒട്ടും പഠിക്കാൻ പറ്റാത്ത കുട്ടികളുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട് വേറെ, അതൊക്കെ ഒന്ന് പഠിക്കാം. അതായത് ഒട്ടും പറ്റാത്ത കുട്ടികൾക്കാണ്ട് വേണ്ട, അതായത് സിമ്പിൾ ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചുകൊണ്ട് നമുക്ക് ഫുൾ A+ഓ അല്ലെങ്കിൽ ഫുൾ മാർക്കോ കിട്ടില്ല. പക്ഷേ ഒട്ടും പറ്റുന്നില്ല, ഇൻറ്റഗ്രൽസും ഇതൊന്നും ഒട്ടും തലയിൽ കയറാത്ത കുട്ടികളാണെങ്കിൽ, അത് താങ്ങില്ല എന്നുള്ള കുട്ടികളുണ്ടാവുക. ഇക്വേഷൻസ് കുറേ ഇക്വേഷൻസ് ആണല്ലോ, അങ്ങനെയുള്ളവർ സിമ്പിളായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഏറ്റവും എളുപ്പമുള്ള പാഠങ്ങൾ ഏതൊക്കെയാണ്, ആ പാഠങ്ങളൊക്കെ ഒന്ന് ചൂസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മെയിനായിട്ടുള്ള നിങ്ങൾ ഓരോ ദിവസം പഠിക്കേണ്ട ടൈം ടേബിൾ ഇതാണ്. ഇതേ പ്രകാരം പഠിച്ചു പോകുന്നവർക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എക്സാമിന് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റും, പബ്ലിക് എക്സാമിന് ഫേസ് ചെയ്യാം. ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പെൻഡിങ് ഒക്കെ വരും, അതൊക്കെ യൂഷ്വലാണ്. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മോഡൽ എക്സാമൊക്കെ കഴിഞ്ഞ് ബാക്കിയുള്ള സമയങ്ങളിൽ പഠിച്ചു പോകാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈം ടേബിൾ കഴിഞ്ഞാൽ ഒരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. എന്താണ് കോൺഫിഡൻറ്റ് ഉണ്ടാവുക, ഞാൻ മെയിൻ ചാപ്റ്റേഴ്സൊക്കെ കവർ ചെയ്തു എന്നുള്ളൊരു കോൺഫിഡൻറ്റ് ഉണ്ടാവും. ഓക്കെ, സോ ഇതൊക്കെയാണ് പറയാനായിട്ടുള്ളത്. എല്ലാവർക്കും ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നോട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇനി നമ്മുടെ ക്രാഷ് ബാച്ച് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം ജോയിൻ ചെയ്യുക. 2-3 ഡേയ്സ് നമ്മൾ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. കാരണം ഒരു പകുതി ക്ലാസ്സെങ്കിൽ നിങ്ങൾക്ക് ലൈവ് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഒരു പകുതി ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റെക്കോർഡ് ക്ലാസ് ഷെയർ ചെയ്ത് തരും. ഇനി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സിൽ കയറണം, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് സെക്ഷൻസൊക്കെ ജോയിൻ ചെയ്യുന്നുള്ളവർക്ക് ഇനിയുള്ള സമയങ്ങളുണ്ട്. ജോയിൻ ചെയ്യുന്നുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.